മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യത്ത് തുടങ്ങി വെച്ച സമരം അവസാനിപ്പിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഒരു സർക്കാരിനെ തന്നെ തള്ളിയിട്ടുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് ഇപ്പോ ജാർഖണ്ഡിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആയിരങ്ങളല്ല, പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ത്യ മുന്നണിയുടെ സർക്കാരിനെതിരെ ജാർഖണ്ഡിൽ വളരെ വലിയ സമരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രൂരമായ നടപടികൾ എടുത്തതോടുകൂടിയിട്ട് അവിടെ പ്രതിപക്ഷത്തുള്ള BJP അവിടെ ഹർത്താൽ പ്രഖ്യാപിച്ച് ഒരു ഹർത്താലും നടത്തിയിരിക്കുന്നു. മാത്രമല്ല ABVP ഔദ്യോഗികമായിട്ട് തന്നെ അവരുടെ ലേബലിൽ വലിയ സമരം സർക്കാരിനെതിരെ നടത്തിയിരിക്കുന്നു. അതായത് വലിയ രീതിയിൽ ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ ഇന്ത്യ മുന്നണിയുടെ സർക്കാരിനെതിരെ ജാർഖണ്ഡിൽ വലിയ പ്രതിഷേധം 19ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഒന്നൊന്നര നീക്കം തന്നെയാണ് അമിത്ഷാ പാർലമെന്റിൽ നടത്താൻ പോകുന്നത്. അതായത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ജാർഖണ്ഡ് വിഷയം തൊടാതെ പോവുകയാണ്. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പേ ആയിട്ട് ഈ കഴിഞ്ഞ മണിക്കൂറിൽ അമിത്ഷാ രംഗത്തെത്തിയിട്ട് മാധ്യമങ്ങൾക്ക് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിന്റെ പൂർണ്ണ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. സകല മലയാളികളും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ. അമിത്ഷാ സഭയിലേക്ക് വരുന്നത് രാഹുൽ ഗാന്ധിയെ കൃത്യമായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. നോക്കൂ, ഒന്നാമതായി കാണാതായവർ പലായനം ചെയ്തവരാണ്. ഇന്ത്യൻ പൊതുജീവിതത്തിലും പാർലമെന്ററി ജീവിതത്തിലും ഇത്തരത്തിലുള്ള ഭാഷ അടുത്തിടെയാണ് കേൾക്കാൻ തുടങ്ങിയത്. പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചതിന് ശേഷം ഞാൻ പതിവായി പാർലമെന്റിൽ വരുന്നുണ്ട്. ഞാൻ എൻ്റെ ചേംബറിൽ ഇരിക്കുകയാണ്. കാരണം പ്രതിപക്ഷം പാർലമെന്റ് കെട്ടിടത്തിനുള്ളിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല 2 സ്ഥലങ്ങളിലും. പിന്നെ അവിടെ പോയി എന്ത് ചെയ്യും? ചർച്ച സംബന്ധിച്ചിടത്തോളം സർക്കാരിന് വേണ്ടി നമ്മുടെ പാർലമെന്ററി കാര്യ മന്ത്രിയായ കിരൺ റിജിജു നീറ്റ് പ്രസ്ഥാനത്തിനെതിരെ പ്രതിഷേധിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും കാര്യം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണ്. ചർച്ചയ്ക്ക് സമയം ഉറപ്പാക്കണം, പ്രതിപക്ഷം തയ്യാറാകണം. ഇതാണ് അവർ ആദ്യം ആവശ്യപ്പെട്ടത്. ഞങ്ങൾ സമ്മതിച്ചു. പാർലമെന്റിൽ ഏത് ചോദ്യത്തിനും ഉത്തരം നൽകാൻ ഞാൻ തയ്യാറാണെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. പക്ഷേ ചർച്ച നടക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ആരാണ് ഓടിപ്പോകുന്നതെന്ന് പൊതുജനങ്ങൾ തീരുമാനിക്കണം. ഇന്നും ഞാൻ പറയുന്നു, ആ കത്ത് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് മുമ്പ് സ്പീക്കർക്ക് നൽകുക. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഇന്നു മുതൽ നാളെ ഉച്ച കഴിഞ്ഞ് 3 വരെ എല്ലാത്തരം ചർച്ചകൾക്കും ഞങ്ങൾ തയ്യാറാണ്. ഞാൻ സഭയിൽ ഇരിക്കും. എല്ലാവരെയും ഞാൻ ശ്രദ്ധിക്കുകയും എല്ലാത്തിനും മറുപടി നൽകുകയും ചെയ്യും. സർക്കാരിന് ഒന്നും മറച്ചു വെക്കാനില്ല. നിങ്ങൾ എന്തുകൊണ്ടൊരു ചർച്ച ആഗ്രഹിച്ചില്ല എന്നതും ഞാൻ ചർച്ച ചെയ്യും. മോദിജിയുടെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടി സർക്കാർ, മോദിജിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ എല്ലാം ചർച്ച ചെയ്യാൻ തയ്യാറാണ്. പാർലമെന്റ് അതിന്റെ പ്രവർത്തന രീതിയിൽ പ്രവർത്തിക്കട്ടെ. ഇന്ന് ഞാൻ ചാനലുകളിലൂടെ സംസാരിക്കും. പ്രതിപക്ഷത്തോട് ഒരു കത്ത് എഴുതി ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ അവർക്ക് സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് സ്പീക്കറുമായി ചർച്ച ആരംഭിക്കും. നാളെ 3 മണിക്ക് ഞാൻ എല്ലാത്തിനും മറുപടി നൽകും. പാർലമെന്റിൽ ചർച്ചകൾ നടത്തുന്നതിന് നിയമങ്ങളും നടപടിക്രമങ്ങളും ഉണ്ട്. ഇപ്പോൾ ഒരാൾ എന്നോട് ഒരു പ്രസ്താവന നടത്താൻ പറയുന്നുണ്ട്. ഇത്രയും ഗുരുതരമായ ഒരു വിഷയം ഈ രീതിയിൽ ചർച്ച ചെയ്യാൻ കഴിയില്ല. ഒരു പക്ഷെ അത് നിങ്ങളുടെ സംവിധാനത്തിലായിരിക്കാം, പക്ഷെ ഇത് പാർലമെന്ററി സംവിധാനമല്ല. പാർലമെന്റിൽ ദീർഘമായ ചർച്ചകൾ നടക്കുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മുതൽ രാത്രി വൈകി വരെയും നാളെ ഉച്ച തിരിഞ്ഞും. സ്പീക്കർ അനുവദിച്ചാൽ ചോദ്യോത്തര വേള ഉച്ച കഴിഞ്ഞ് 3 മണി വരെ നിർത്തിവെക്കാൻ പോലും ഞങ്ങൾ തയ്യാറാണ്. നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിയോടെ ഞാൻ ചർച്ചക്ക് തയ്യാറാണ്. ഞാൻ നേരിട്ട് ഇരിക്കും. ഞാൻ എല്ലാത്തിനും ഉത്തരം നൽകും. അങ്ങനെ രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാം വ്യക്തമാകും. സത്യം വ്യക്തമാണ്. ഇനി പ്രതിപക്ഷം ചർച്ച ചെയ്യണോ അതോ ബഹളം സൃഷ്ടിക്കണോ എന്ന് തീരുമാനിക്കണം. ഇത് അമിത്ഷാ
സഭയിലേക്ക് വരുന്ന ഒന്നൊന്നര വരവായിരിക്കും എന്നുള്ളത് തന്നെയാണ് നാഷണൽ മീഡിയാസുകളിലൊക്കെ തന്നെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ലെവലിൽ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ ഒരേ സ്വരത്തിൽ പ്രഖ്യാപിക്കുന്നത് ഇത് രാഹുൽ ഗാന്ധിയെ ലക്ഷ്യം വെച്ചുള്ള അമിത്ഷായുടെ വരവാണ്. അതിന് കൃത്യമായിട്ട് ജാർഖണ്ഡ് തന്നെയാണ് ഉയർത്തിപ്പിടിക്കാൻ പോകുന്നത് എന്നും, അതായത് ജാർഖണ്ഡില് ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവിൽ ഹേമന്ത് സോറൻ സർക്കാരിനെതിരെ NDA മുന്നണിയുടെ സർക്കാരിനെതിരെ വലിയ സമരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 19ാം ദിവസത്തിലാണ് ഇപ്പോ സമരം എത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി രീതിയിലുള്ള സമരങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് പോലീസ് അതിക്രൂരത വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് BJP അവിടെ ഹർത്താൽ പോലും നടത്തിയിരിക്കുന്നു. ഇനി എന്താണ് ജാർഖണ്ഡിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് പ്രതിപക്ഷത്തുള്ള BJP അവിടെ അധികാരത്തിലേക്ക് വരുന്ന തിരഞ്ഞെടുപ്പിലൊക്കെ എത്തുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. വിദ്യാർത്ഥികൾ തീർത്തും ന്യായമായ സമരവുമായിട്ടാണ് ജാർഖണ്ഡിൽ തെരുവിലുള്ളത്. പരീക്ഷകളിലൊക്കെ തന്നെ ജാർഖണ്ഡിൽ NDA മുന്നണി ഭരിക്കുന്ന രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന മുന്നണി ഭരിക്കുന്ന ജാർഖണ്ഡിൽ ഒരൊറ്റ എക്സാം പോലും നേരാവണ്ണം നടക്കുന്നില്ല എന്നാണ് അവിടെ സമരം ചെയ്യുന്ന ഓരോ വിദ്യാർത്ഥിയും ഒരേ സ്വരത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. ആ രാഹുൽ ഗാന്ധിയും കൂട്ടരും എങ്ങനെയാണ് സഭയിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ബഹളം വെക്കുക? അവർ ഭരിക്കുന്നിടത്തെ അവസ്ഥ എന്താണ്? എന്നാൽ നരേന്ദ്രമോദി സർക്കാർ എന്താ ചെയ്തിട്ടുള്ളത്? ഒരു സമരം വന്നു, ന്യായമായ ആ സമരത്തെ മോദി സർക്കാർ അംഗീകരിച്ചോ, ആ വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചോ, അതുമായി നടത്തിയ ആ എക്സാം നടത്തിയ ഏജൻസിയിലെ നിരവധി ആളുകളെ പുറത്താക്കി പുതിയ ആളുകളെ അതിലേക്ക് നിയമിച്ചോ, വളരെ വലിയ രീതിയിൽ അതിന് സുരക്ഷ ഉറപ്പാക്കുന്ന ലോക നിലവാരത്തിലുള്ള വിദഗ്ധന്മാരെ പ്രഗത്ഭരെ മോദി സർക്കാർ നിയമിച്ചോ. പരീക്ഷ വളരെ വലിയ സുരക്ഷയിൽ നടക്കുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും നരേന്ദ്രമോദി സർക്കാർ നടത്തി കഴിഞ്ഞു. ഒരു മന്ത്രിയെ പോലും രാജിവെപ്പിച്ചോ. ഇനി നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? ഇതിൽ രാജ്യത്തെ പുതുതലമുറ ഒന്നടങ്കം തൃപ്തിയിലാണ് എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് മോദിയുടെ ലേറ്റസ്റ്റ് ഇൻസ്റ്റാഗ്രാം വീഡിയോകളിലൂടെയുള്ള പ്രതികരണങ്ങളിലും അദ്ദേഹത്തിന് വരുന്ന കമന്റുകളൊക്കെ കാണുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാക്കാനും സാധിക്കും. അതേ സമയത്ത് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണി ഭരിക്കുന്ന ജാർഖണ്ഡിലെ സമരത്തെ ഈ ഒരു സമയം വരെ ജനാധിപത്യ രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടില്ല. അവിടെ വിദ്യാർത്ഥികളെ അടിച്ചമർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തീർത്തും അമിത്ഷാ വരുന്നത് രാഹുൽ ഗാന്ധിയെ ലക്ഷ്യം വെച്ച് തന്നെയായിരിക്കും. രാഹുൽ ഗാന്ധിയുടെ ഇടയ്ക്കിടെയുള്ള ടൂറ് പോലും ഇനി നിൽക്കുമെന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി എവിടെ എന്നുള്ള ചോദ്യം BJP വലിയ രീതിയിൽ ഉയർത്തുമെന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും അറിയുന്നില്ലേ. മാധ്യമങ്ങൾക്ക് ഡൽഹിക്ക് വണ്ടി കയറിയ ആളുകളോട് മാത്രമേ സംസാരിക്കാനുണ്ടായിരുന്നുള്ളൂ. രാഹുൽ ഗാന്ധിക്കെതിരെ NDA മുന്നണിക്കെതിരെ ജാർഖണ്ഡിൽ നടക്കുന്ന സമരത്തെ കുറിച്ച് ഒരു അന്തിച്ചർച്ച നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് നടത്താത്തത് എന്നും സകല വിവേകമുള്ള മലയാളികളും ചിന്തിക്കുക.